വിജയ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമെന്നുള്ളതാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമെന്ന് ഉറപ്പാവുന്നു. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും. 11 മണിക്കാണ് മടക്കം. അതോടൊപ്പം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്തും. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇവർ രണ്ടുപേരും പ്രചരണ സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നവരാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹം ഉണ്ടായിരുന്നു. ഹിമാചൽ മുഖ്യമന്ത്രി ഹിമാചൽ മുഖ്യമന്ത്രി എത്തും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. ഹിമന്ത ബിശ്വ ശർമ്മ എത്തേണ്ട കാര്യമില്ലല്ലോ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. ഒരു ഐക്യാച്ചർ എന്ന് പറയുന്ന ഉറപ്പായും വിജയ് തന്നെയാണ്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കേരളത്തിലും വലിയ ഫാൻ ബേസുള്ള ഒരു നടൻ, ഇളയദളപതി എന്നത് മാത്രമല്ല, അതിനൊക്കെ അപ്പുറം ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. അതിന്റെ പകിട്ടും പ്രൗഢിയോടും കൂടിയാണ് ശ്രീ ജോസഫ് വിജയ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അത് ഉറപ്പായും ഒരു ക്രൗഡ് പുള്ളർ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. റിനു ശ്രീധർ വിവരങ്ങൾ ചെയ്യുന്നു. റിനു, എന്തായാലും വിജയ് അടക്കം സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കും എന്താണെന്ന സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പല തിരക്കുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എത്തും അല്ലേ? ഹാഷ്മി, വിജയ് ഉറപ്പായി എത്തും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു അഭ്യൂഹമുണ്ടായിരുന്നു അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളത്. ഔദ്യോഗികമായി തന്നെ ചീഫ് സെക്രട്ടറി ക്ഷണിക്കുന്നു. വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരം എന്തായാലും 4 മുഖ്യമന്ത്രിമാർ വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിജയ് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും. ഒപ്പം 11 മണിക്ക് മടങ്ങുമെന്നുള്ളതാണ്. എന്തായാലും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു എന്നിവർ ആണ് എത്തിച്ചേരുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിജയ് വരുന്നതുകൊണ്ട് തന്നെ ഈ ഫാൻസിന്റെ ഒക്കെ തന്നെ വല്ലാണ്ട് തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണമാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം ഇന്ന് വന്നിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പാസ് ഉണ്ടെങ്കിൽ മാത്രമേ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയൂ. ഒപ്പം ഗതാഗത ക്രമീകരണങ്ങൾ ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിൽ 18-ന് വലിയ ശക്തമായിട്ടുള്ള നിയന്ത്രണം തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. എന്തായാലും 4 മുഖ്യമന്ത്രിമാർ സംസ്ഥാനത്ത് യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. വിജയ് എത്തുമെന്ന ഉറപ്പായിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.